ആദരണീയനായ അധ്യക്ഷ, കുമ്പള പഞ്ചായത്തിന്റെ ആരാധ്യയായ പ്രസിഡന്റ്, ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത മഞ്ചേശ്വരത്തിന്റെ പ്രിയങ്കരനായ MLA ശ്രീ AKM അഷറഫ്, സമരത്തെ അഭിവാദ്യം ചെയ്ത പ്രിയപ്പെട്ട MLA NA നെല്ലിക്കുന്ന്, മറ്റ് ജനപ്രതിനിധികൾ, സോമശേഖരൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രമുഖരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സുബൈർ ഉൾപ്പെടെയുള്ള മറ്റ് നേതാക്കളെ, സുഹൃത്തുക്കളെ, സമരത്തിന് ആധാരമായ കാര്യങ്ങളെല്ലാം ഇവിടെ സൂചിപ്പിച്ചു. ഇവിടെ പാർലമെന്റിനകത്ത് അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരെ കണ്ട രാഷ്ട്രീയ പ്രതിനിധികളോട്, ജനപ്രതിനിധികളോട് കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞത് ഇങ്ങനൊരു ടോൾ വരില്ല, 60 കിലോമീറ്ററിനുള്ളിലെ ടോൾ വരുമെന്ന്. ഇപ്പോൾ ഞങ്ങൾ എന്താണ് വിശ്വസിക്കേണ്ടത്? കേന്ദ്രമന്ത്രിയുടെ വാക്കിന് പറച്ച ചാക്കിന്റെ വിലയില്ലാത്തത് എന്നതല്ലേ ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത്? ഒരു പാർട്ടിയുടെ ഇല്ലാന്ന് പറഞ്ഞല്ലോ, ആ പാർട്ടി ഇപ്പോൾ ബാനർ കെട്ടുന്ന തിരക്കിലാണ്. എന്തിനാ ബാനർ? മഞ്ചേശ്വരത്തെ മെഡിക്കൽ കോളേജ് ബഹുമാനനായ NA നെല്ലിക്കുന്ന് MLA നേതൃത്വത്തിൽ തുടങ്ങി പിണറായി വിജയൻ ഓണസമ്മാനമായി പ്രഖ്യാപിച്ചപ്പോൾ അത് മോദിയുടെ മെഡിക്കൽ കോളേജാണ് എന്നാണ് ഇപ്പൊ പ്രചരിപ്പിക്കുന്നത്. അതിന്റെ ബാനർ കെട്ടാൻ പോയിരിക്കുകയാണ് BJP. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് കേരളമാണ്. കേരളമെന്ന് കേട്ടാൽ തിളക്കണം ചോര ഞരമ്പുകളിൽ. ഇവിടെ ടോൾ പിരിക്കാൻ NIA ഉദ്യോഗസ്ഥന്മാർ, NHAയുടെ ഉദ്യോഗസ്ഥന്മാര് മുന്നോട്ട് വന്നാൽ അവർ ഈ കേരളത്തെ കുറിച്ച് പഠിക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾ ഹിന്ദിയാണ് സംസാരിക്കുന്നെങ്കിൽ ഈ മഞ്ചേശ്വരം എന്ന് പറയുന്നത് ബഹുഭാഷാ പണ്ഡിതമുള്ള ഈ നാടാണ്. ബഹുഭാഷകളുടെ സംഗമ ഭൂമിയാണ് ഈ മഞ്ചേശ്വരവും കുമ്പളയുമെല്ലാം. ഇവിടെ വന്നിട്ട് മലയാളികൾ നിങ്ങൾ ഹിന്ദി മേഖല പോലെ നിങ്ങൾ വെള്ളം വീശിയാൽ പോകുമെന്നാണ് ധരിക്കുന്നെങ്കിൽ വെള്ളം വീശിയവരെ വെള്ളം കുളിപ്പിക്കുന്ന സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. അതാണ് ഈ കേരളം. അത് മനസ്സിലാക്കിക്കോ. നിങ്ങൾ ഞങ്ങളോടൊരു ചിറ്റമ്മ നയമാണ് നിങ്ങൾക്ക് എന്നും കാണിച്ചിട്ടുള്ളത്. ഈ ദേശീയപാത വരുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത നിലയിൽ ഈ കേരളത്തോട് 5500 കോടി രൂപ വാങ്ങിയ കേന്ദ്ര സർക്കാരെ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗമല്ലേ? കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ? എന്താ മഞ്ചേശ്വരത്ത് അനധികൃതമായിട്ട് ഒരു ടോൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ ആ പൂതി നടക്കില്ല, ആ പൂതി നടക്കില്ല. ജീവൻ കൊടുത്തും ഇന്ന് സമാധാനപരമായിട്ടാണ്. ഇന്ന് ഞങ്ങൾ സമരം തീരുമാനിച്ച സമാധാനപരമായിട്ടാണ്. ഏതോ കുബുദ്ധികൾ ഈ പോലീസ് സേനയിലുണ്ട്, ഏതോ